ഒരു ബോട്ടിലാട്ടാണ് ഇന്ന് ചെയ്യണത്. പുളുങ്കുരു വെച്ചിട്ടുള്ളൊരു ബോട്ടിലാട്ടാണ് കേട്ടോ ഇന്ന് ചെയ്യണത്. ആദ്യം തന്നെ ഈ കുപ്പി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ബേസ് കോട്ടായിട്ട് കൊടുക്കണത് വൈറ്റ് കളർ ഇനാമൽ പെയിൻ്റ് ആണ്. പെയിൻറ്റ് ചെയ്തത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇതിലിനി ഒരു കോട്ട് പെയിൻറ്റും കൂടി കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഈ പുളുങ്കുരു നമുക്ക് ഈ ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഈ പുളുങ്കുരു വെച്ചിട്ട് നല്ല കളർഫുൾ ബോട്ടിലാട്ടാണ് കേട്ടോ ചെയ്യണത്. പൂക്കളും പൂമ്പാറ്റകളും മഴവില്ലും ഒക്കെയാണ് നമ്മൾ ഈ കുപ്പിയിൽ ഇത് വെച്ച് ചെയ്തെടുക്കാൻ പോണത്. ആദ്യം തന്നെ ചെറിയൊരു മഴവില്ല് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പുളുങ്കുരു ഓരോന്നായിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒട്ടിച്ചെടുക്കാം. പുളിങ്കുരു പല വലിപ്പത്തിലുള്ളതുണ്ട്. നീളം കൂടിയതും പരന്നതും ഒക്കെ ഉണ്ട്. ഈ ഒരു റെയിൻബോ ഉണ്ടാക്കാനായിട്ട് കുറച്ച് നീളം കൂടിയ കുരുവാണ് ഒട്ടിച്ചു കൊടുക്കണത്. ഇതിൻ്റെ താഴെ സെക്കൻഡ് ലെയർ കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗണ്ണിലെ ഗ്ലൂ തീർന്നത് കൊണ്ട് ഈ വൈറ്റ് ഗ്ലൂ വെച്ചിട്ടാണ് കേട്ടോ പുളിങ്കുരു ഒട്ടിച്ചു കൊടുക്കണത്. വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഇത് ഒട്ടിക്കിട്ടാനായിട്ട്. പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫ്ലെക്സി ക്യുക്ക് എന്ന് പറഞ്ഞൊരു ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ. ഇതുപോലെ മൂന്നാമതൊരു ലെയർ കൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. 3 ലെയർ ഒട്ടിച്ചെടുക്കണുള്ളൂ, ഒരുപാട് അങ്ങോട്ട് ഓവറാക്കണില്ല. പെയിൻറ്റ് നമുക്ക് പിന്നെ ചെയ്യാം. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ബട്ടർഫ്ലൈസ് ഉണ്ടാക്കിയെടുക്കാം. ബട്ടർഫ്ലൈസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം 2 നീളമുള്ള കുരു എടുത്ത് വി ഷേപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതിൻ്റെ താഴെ ഒട്ടിക്കാനായിട്ട് 2 പരന്ന പുളുങ്കുരുവാണ് എടുത്തേക്കുന്നത്. അതുകൂടി ഒട്ടിച്ചെടുക്കാം. ഇതിങ്ങനെ ഒട്ടിക്കുമ്പോൾ നടുക്ക് കുറച്ച് ഗ്യാപ്പിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. ആ ഗ്യാപ്പിൽ വെക്കാനായിട്ട് കുറച്ച് ക്ലേ നീളത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതുകൂടി ഒട്ടിച്ചു കൊടുക്കാം. ബട്ടർഫ്ലൈക്ക് കൊമ്പ് വയ്ക്കാനായിട്ട് അലുമിനിയം വയറിൻ്റെ ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കൊമ്പിൻ്റെ ഷേപ്പിലൊന്ന് വളച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ക്ലേയുടെ മുകളിലേക്ക് ഇറക്കി വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി ഇപ്പുറത്തെ സൈഡിൽ ഒരു ബട്ടർഫ്ലൈ കൂടി ഉണ്ടാക്കിയെടുക്കണ്ടേ. ഈ ബട്ടർഫ്ലൈസ് പെയിൻറ് കൂടി ചെയ്ത് കഴിയുമ്പോൾ നല്ല കിടു ലുക്കാണ്. പെയിൻറ് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇനി കുപ്പിയുടെ അപ്പുറത്തെ സൈഡ് ഒഴിച്ചിടണ്ട, നമുക്ക് അവിടെ കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. വൈറ്റ് ഗ്ലൂ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ. അതിൻ്റെ മുകളിലേക്ക് ഈ സീഡ്സ് ഓരോന്നായിട്ടും വെച്ച് കൊടുക്കാം. പരന്ന ഷേപ്പിലുള്ള കുരുവാണ് വെച്ച് കൊടുക്കണത്. ഇതിപ്പോൾ ഒരു 5 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ വേറൊരു ഫ്ലവർ കൂടി ഇപ്പുറത്ത് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഒരു 3-4 ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബട്ടർഫ്ലൈ കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ബോട്ടിൽ മൊത്തത്തിൽ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ് വെച്ചിട്ട് ഒന്നുകൂടി പെയിൻറ് ചെയ്തെടുക്കാം. പുളിങ്കുരു ഉൾപ്പെടെയാണ് കേട്ടോ പെയിൻറ് ചെയ്യണത്. അങ്ങനെ ആ മൊത്തത്തിൽ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പൂവിൽ നമ്മൾ തണ്ട് വെച്ചില്ലായിരുന്നു. അപ്പോൾ ക്ലേ വെച്ചിട്ട് തണ്ട് കൂടി ഒന്ന് വെച്ച് കൊടുക്കണ്ടേ. ക്ലേ ഇല്ലാന്നില്ലെങ്കിൽ തണ്ട് വരച്ചു കൊടുത്താലും മതി, അല്ലെങ്കിൽ ത്രെഡോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്താലും മതി. പൂക്കളുടെ നടുക്ക് വയ്ക്കാനായിട്ട് കുറച്ച് ക്ലേ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഗ്ലൂ വെച്ചിട്ട് അതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് കുത്തുകളും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ടേ. ഇനി നമുക്കിതിനെ പെയിൻ്റൊക്കെ ചെയ്ത് നല്ല കളർഫുൾ ആക്കി എടുക്കാം. അപ്പോൾ ആദ്യം മഴവില്ല് പെയിൻറ് ചെയ്തെടുക്കാം. മുകൾ ഭാഗത്തെ ലെയറിന് യെല്ലോ കളർ കൊടുക്കാം. മഴവില്ലിൻ്റെ നടുക്ക് വരുന്ന 3 കളേഴ്സേ കൊടുക്കുന്നുള്ളൂ. യെല്ലോയുടെ താഴെ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്.
അതിൻ്റെ താഴെ ബ്ലൂ കളറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. പൂമ്പാറ്റകൾക്ക് ലാസ്റ്റ് കളർ കൊടുക്കാം. ഇനി നമുക്ക് ആ പൂക്കളൊന്ന് കളർ ചെയ്തെടുക്കാം. ഈ പൂവിന് റെഡ് കളറാണ് കൊടുക്കണത്. എല്ലാ പൂക്കൾക്കും വ്യത്യസ്ത കളേഴ്സാണ് കേട്ടോ കൊടുക്കണത്. ഒരു പൂവിന് ഓറഞ്ച് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി ആ ചെറിയ ഫ്ലവറിന് ഈ ഒരു ബ്ലൂ കളർ കൊടുക്കുന്നുണ്ട്. അടുത്ത ഫ്ലവറിന് വയലറ്റ് കളറും കൂടി കൊടുക്കുന്നുണ്ട്. പൂക്കളുടെ നടുക്കുള്ള ഭാഗം പെയിൻറ് ചെയ്യാനായിട്ട് ഈ കളേഴ്സൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി മറിച്ചാണ് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ വൈറ്റ് കളർ പെയിൻറ് വെച്ചിട്ട് ഓരോ കുത്തുകളും കൂടി ഇട്ട് കൊടുക്കാം. ഇതളിന് ഒരു ലൈറ്റ് ഷെയ്ഡ് കൂടി വരുത്താനായിട്ട് ഈ പെയിൻറ് വെച്ചിട്ട് ഇങ്ങനെ വര വര പോലെ ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ. എല്ലാ പൂക്കൾക്കും ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തണ്ട് കൂടി ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. തണ്ടിന് കൊടുക്കേണ്ടത് ഗ്രീൻ കളറാണ്. ഇനി ഈ ബട്ടർഫ്ലൈസിന് കൂടി കളർ കൊടുക്കാം. ഒരു ബട്ടർഫ്ലൈക്ക് 3 കളേഴ്സ് വെച്ച് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈക്ക് ആദ്യം പിങ്ക് കളർ കൊടുക്കണ്ട്. പിങ്ക് കളർ ഓരോ പുളുങ്കുരുവിൻ്റെയും പകുതി ഭാഗത്ത് മാത്രമാണ് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ചുറ്റുമായിട്ടും ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലൂ കളർ നടുക്കുള്ള ക്ലേക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലേയുടെ മുകളിൽ വൈറ്റ് കളർ വെച്ചിട്ട് ഓരോ ലൈൻസ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ ചിറകിന് ഇങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ ഇട്ട് കൊടുക്കാം. കൊമ്പിന് പിങ്ക് കളറാണ് കൊടുക്കുന്നത്. അടുത്ത ബട്ടർഫ്ലൈക്ക് ഓറഞ്ച് കളറും പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ കളറും ആണ് കൊടുക്കുന്നത്. ഈ ചിത്രശലഭത്തിന് മഞ്ഞയും ബ്രൗൺ കളറും ആണ് കേട്ടോ കൊടുക്കുന്നത്. പൂക്കൾക്ക് വേണമെങ്കിൽ ലീഫ് കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. തണ്ടിൽ സീഡ്സ് ഒട്ടിച്ചു കൊടുത്തിട്ട് പച്ച നിറത്തിലുള്ള പെയിൻ്റ് അടിച്ചാൽ മതി. ഇനി ബോട്ടിലിൻ്റെ വായ്ഭാഗത്ത് ഈ ത്രെഡ് കൂടി ഒന്ന് ചുറ്റി കൊടുക്കണ്ട്. ഞാനിതിപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പുളുങ്കുരു വെച്ചിട്ട് ബട്ടർഫ്ലൈസ് ഉണ്ടാക്കാൻ പറ്റുമെന്നൊരു ഡൗട്ടായിരുന്നു. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് ഫോളോ കൂടി ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.